നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറാൻ സാധ്യതയുള്ള ചില മണ്ഡലങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തി ചില റിപ്പോർട്ടുകൾ മീഡിയ ഗ്രാമം ഇതിനകം തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരുന്നു. വളരെ നേരത്തെയാണ് ഇത്തരം റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് എന്ന് പറയുമ്പോഴും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഒരു 6 മാസം മുൻപെങ്കിലും സ്ഥാനാർത്ഥി നിർണയം നടത്തി സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട യോഗം ഇന്ന് ദില്ലിയിൽ പോലും നടന്നു വരികയാണ്. പക്ഷെ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ച് പുനഃസംഘടനാ വിഷയത്തിലേക്കൊക്കെ കൊണ്ടുവരികയാണ്. പക്ഷേ ആത്യന്തികമായി നമ്മൾ കാണുന്ന ഒരു വിഷയം കോൺഗ്രസ് തലയും അരയും മുറുക്കി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള വളരെ സക്രിയമായ പ്രവർത്തനങ്ങൾക്ക് നായകത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളെ കുറിച്ച് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങൾ ഇതിനകം അവതരിപ്പിച്ചിരുന്നു. അതിൽ കോൺഗ്രസിന് സാധ്യതയുള്ള 2-3 മണ്ഡലങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട് നോർത്താണ്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ 59,000 വോട്ടുകൾ നേടി വിജയിച്ച മണ്ഡലം. അതായത് 13,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്തിൽ നിന്ന് നേടിയത് ഭൂരിപക്ഷമായിട്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അതിനു മുൻപ് അതായത് 2016 കോഴിക്കോട്ട് നോർത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശ്രീ പ്രദീപ് കുമാർ CPM-ന്റെ സ്ഥാനാർത്ഥി നേടിയ ഭൂരിപക്ഷം 28,000 വോട്ടിൻ്റെതായിരുന്നു. ആ 28,000 വോട്ടിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ശക്തമായിട്ടുള്ള ഒരു ട്രെൻഡ് നിലനിന്ന 2021 തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോഴേക്കും KM അഭിജിത്ത് എന്ന് പറയുന്ന കേരള വിദ്യാർത്ഥി യൂണിയന്റെ മുൻ സംസ്ഥാന അധ്യക്ഷന് ആ ഭൂരിപക്ഷം 13,000-ലേക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ അഭിജിത്ത് തന്നെ കോഴിക്കോട് നോർത്തിൽ മത്സരിക്കുമോ അതല്ല മറ്റൊരു സ്ഥാനാർത്ഥി കടന്നു വരുമോ എന്നുള്ളതൊന്നും ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. പക്ഷേ അഭിജിത്തിനെ സംബന്ധിച്ച് കോഴിക്കോട് വളരെ ശക്തമായി അദ്ദേഹത്തിന് മത്സരം സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. ആ പേരാമ്പ്ര ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പമുള്ള സീറ്റല്ല, പക്ഷെ കേരള കോൺഗ്രസിന് നൽകി സത്യസന്ധമായി പറഞ്ഞാൽ പൂർണ്ണമായും നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് നൽകിയ ഒരു സീറ്റാണ് പേരാമ്പ്ര. ആ പേരാമ്പ്ര സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയും അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി KM അഭിജിത്തിനെ മത്സരിപ്പിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ഒരു നേട്ടമുണ്ടാകും എന്ന രീതിയിലുള്ള ചർച്ച കോഴിക്കോട്ടാകെ സജീവമാണ് നേതൃത്വത്തിന്റെ മുമ്പിൽ. അങ്ങനെയെങ്കിൽ കോഴിക്കോട് നോർത്തിൽ, അതായത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഏകദേശം 32ഓളം വാർഡുകൾ വരുന്ന ഒരു ടൗൺ മണ്ഡലം, നിയമസഭാ നിയോജക മണ്ഡലം എന്നുള്ള രീതിയിൽ ആരെ മത്സരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അവിടെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരേ ഒരു പേര് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് K ജയന്തിൻ്റെതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം വളരെ സജീവമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അറ്റാച്ച്ഡ് സെക്രട്ടറി എന്ന നിലയിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നിർവഹിക്കേണ്ട പല ഉത്തരവാദിത്തങ്ങളും ഓടിച്ചാടി നടന്ന് നിർവഹിക്കുന്നതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ട്രബിൾ ഷൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് K ജയന്ത്. അദ്ദേഹത്തിന് കോഴിക്കോട് നോർത്തിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കോഴിക്കോട് ജില്ല മൊത്തം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നേതാക്കന്മാരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോ പ്രവീൺ കുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ശ്രീ MK രാഘവൻ കടിഞ്ഞാൽ ജില്ലയിൽ നിന്ന് വളരെ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന യുവാക്കൾക്കും അതുപോലെ തന്നെ തലയെടുപ്പുള്ള നേതാക്കന്മാർക്കും മുതിർന്ന നേതാക്കന്മാർക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ കഴിയുന്ന വളരെ നല്ല റോളുകൾ പല ഘട്ടങ്ങളിലും ചെയ്തു തീർത്തിട്ടുള്ള നല്ല പേരോടുകൂടി രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് K ജയന്ത്. അദ്ദേഹം കോഴിക്കോട് നോർത്തിൽ മത്സരിക്കണം എന്ന് പറയുന്ന ഒരു തീരുമാനം സ്വാഭാവികമായും ഉണ്ടാകും. പ്രത്യേകിച്ച് കോർപ്പറേഷനകത്ത് അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിന് കോഴിക്കോട് നോർത്തിൽ വലിയ സ്വാധീനമുണ്ട്. സുജനപാലിനെ പോലുള്ള ആളുകൾ 1991-ലും 2001-ലും ഇതേ മണ്ഡലത്തിൽ, അതിന്റെ പേര് മറ്റൊന്നായിരുന്നെങ്കിലും ഇതേ ഭൂപ്രദേശത്ത് വിജയം നേടിയിട്ടുള്ള ഒരു പാരമ്പര്യം
ഈ മണ്ണിനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ കോഴിക്കോട് നോർത്തിൽ കോൺഗ്രസിനും UDF-നും കണ്ടെത്താൻ കഴിയുന്ന മികവുറ്റ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ ജയന്ത് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നാണ്. പക്ഷേ വലിയ ഒരു നേട്ടം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും 13,000 വോട്ടിന്റെ നിയമസഭയിലെ പരാജയത്തെ മറികടന്ന് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ നേടിയെടുക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മതപരമായിട്ടുള്ള ജാതീയപരമായിട്ടുള്ള ഗവൺമെന്റ് വിരുദ്ധമായിട്ടുള്ള വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ സ്വാഭാവികമായും ജയന്തിന് അവിടെ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആഡഡ് ബഹുമതിയായി നമുക്ക് കോഴിക്കോട് നോർത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണാൻ സാധിക്കും. തീർച്ചയായും കോഴിക്കോട്ട് കോൺഗ്രസ് നേടാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ 4 സീറ്റുകളിൽ ഒന്നായി കോഴിക്കോട് നോർത്ത് മാറുക തന്നെ ചെയ്യും.